യെസ് സാർ, കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മെംസ് ടെക്നോളജിയിലെ ഫാബ്രിക്കേഷൻ പ്രോസസ്സായ ഒന്നാമത്തെ ഫാബ്രിക്കേഷൻ ടെക്നിക്, ദാറ്റ് ഈസ് ഡെപ്പോസിഷൻ മെത്തേഡ്. അതിലെ ഡെപ്പോസിഷനിൽ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്, ദാറ്റ് ഈസ് കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ ആൻഡ് ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ. സോ കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ ഉപയോഗിച്ചിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പല ലെയേഴ്സിനെ പറ്റിയും അതിനൊക്കെ ഉപയോഗിക്കുന്ന റിയാക്ടന്റ് ഏതാണ്, അതേപോലെ കരിയർ ഗ്യാസ് ഏതാണ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇനിയുള്ളത് പിന്നെ ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ ആണ്. സോ ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ, നമ്മൾ കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, നമുക്ക് ആരെയാണോ ഡെപ്പോസിറ്റ് ചെയ്യിക്കേണ്ടത് അയാളൊരു കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന ഒരു റിയാക്ടന്റ് എലമെന്റും അതുപോലെ തന്നെ ഒരു കരിയർ ഗ്യാസും നമ്മളൊരു ഹൈ ടെമ്പറേച്ചറിൽ സബ്സ്ട്രേറ്റിലേക്ക് അയക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹൈ ടെമ്പറേച്ചർ റിയാക്ടറിന്റെ ഉള്ളിലേക്ക് അയക്കുമ്പോൾ ആ ടെമ്പറേച്ചർ കാരണം അവിടെ കെമിക്കൽ റിയാക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യും. ദെൻ ആ റിയാക്ഷൻസിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് അവിടെ ഒരു ലെയർ ഫോർമേഷൻ നടക്കും എന്നുള്ളതാണ് കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ. അപ്പോൾ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്, കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഡെപ്പോസിഷൻ പ്രോസസ് നടക്കുന്നത്. ദെൻ ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ അല്ലെങ്കിൽ മറ്റൊരു പേരാണ് സ്പുട്ടറിംഗ് പ്രോസസ് എന്ന് പറയും. ഒരു തവണ എക്സാമിന് സ്പുട്ടറിംഗ് പ്രോസസ്സിനെ പറ്റിയായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷന്റെ മറ്റൊരു പേരാണ് sputtering. So sputtering is a process that is often used to deposit thin metallic film in the order of 10 angstroms thick on the substrate surface. നമ്മുടെ സബ്സ്ട്രേറ്റ് എലമെന്റിന്റെ മേളിൽ അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് മെറ്റീരിയലിന്റെ മേലെ ഒരു 10 ആങ്സ്ട്രം തിക്നെസ്, അതായത് അത്രയും മൈന്യൂട്ട് തിക്നെസ് ആണ്, 10 ആങ്സ്ട്രം തിക്നെസ്സിൽ ലെയർ ഫോർമേഷൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ലെയർ ഫോർമേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ മെത്തേഡ്. അപ്പൊ ഇതിനകത്ത് മോസ്റ്റ് ഓഫ് ദി കേസും നമ്മൾ ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് മെറ്റാലിക് കോട്ടിംഗ് ആണ്. നമ്മുടെ സബ്സ്ട്രേറ്റ് കണ്ടക്ടർ ആക്കി മാറ്റണമെങ്കിൽ, ടെർമിനൽസ്, കണ്ടക്ടർ ടെർമിനൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ മെറ്റൽ പാർട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. സോ മെറ്റാലിക് ഫിലിംസിനെ അല്ലെങ്കിൽ മെറ്റാലിക് ലെയേഴ്സിന്റെ ഡെപ്പോസിഷൻ ഒക്കെ വരുന്ന ആപ്ലിക്കേഷൻസിലാണ് ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ നടക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ ചെയ്യുക എന്നുള്ളതിന്റെ ഫിഗറും അതിന്റെ വർക്കിംഗ് ഒക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. So metallic films or layers are required to conduct electricity from signal generators in sensors or for the supply of electricity to an actuator. ഇവരുടെ മെറ്റാലിക് ലെയേഴ്സിന്റെ ആവശ്യം എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദി കേസ് നമുക്ക് അതിനെ, നമ്മളിപ്പോ നിലവിൽ നമ്മുടെ കയ്യിലുള്ള സബ്സ്ട്രേറ്റ് എലമെന്റിനെ ഒരു കണ്ടക്ടർ മെറ്റീരിയൽ ആക്കി മാറ്റണമെങ്കിൽ അതിന്റെ സർഫസിൽ നമ്മൾ മെറ്റാലിക് കോട്ടിങ് കൊടുത്താൽ മതി. സോ മെറ്റൽസ് കണ്ടക്ടർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻസിന് അനുസരിച്ച് ചിലപ്പോൾ ആക്ച്വേറ്റേഴ്സിൽ കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ആപ്ലിക്കേഷൻസ് ആവാം, അല്ലെങ്കിൽ സെൻസേഴ്സിൽ നിന്നും വരുന്ന സിഗ്നൽസിനെ മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പണന്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാക്കേണ്ടത്. എന്തോ ആയിക്കോട്ടെ, നമുക്ക് അതിന്റെ ഒരു കണ്ടക്ടർ എലമെന്റ് ആക്കി മാറ്റാൻ വേണ്ടി മോസ്റ്റ് ഓഫ് ദി കേസ് നമ്മൾ ചെയ്യുന്നത് അതിന്റെ മുകളിൽ മെറ്റാലിക് കോട്ടിങ് കൊടുക്കുക ചെയ്യാം. സോ മെറ്റാലിക് കോട്ടിങ് പോലെയുള്ള കോട്ടിങ് കൊടുക്കാൻ വേണ്ടി നമ്മൾ മോസ്റ്റ് ഓഫ് ദി കേസ് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ ഓർ സ്പുട്ടറിംഗ് പ്രോസസ്. അപ്പൊ എങ്ങനെയാണ് ഈ സ്പുട്ടറിംഗ് പ്രോസസ് എന്നുള്ളത് നമുക്ക് നോക്കാം. The sputtering process is carried out with plasma under very low pressure, that is 5 into 10 raised to minus 7 torr vacuum. ഞാൻ അതിന്റെ ഫിഗർ വെച്ച് പറയാം. ഇവിടെ നമുക്കിവിടെ സബ്സ്ട്രേറ്റ് എലമെന്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ സബ്സ്ട്രേറ്റ്. ഈ സബ്സ്ട്രേറ്റിന്റെ മേലെ എന്ത് ചെയ്യണം, എനിക്ക് മെറ്റാലിക് കോട്ടിങ് കൊടുക്കണം. അപ്പൊ എങ്ങനെയാണ് അത് ആ പ്രോസസ്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്പുട്ടറിംഗ് പ്രോസസ്സ് വഴി ഇതിന്റെ മുകളിൽ മെറ്റാലിക് കോട്ടിങ് കൊടുക്കാന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ എടുക്കുന്നത് ഒരു മെറ്റൽ, ഏത് മെറ്റലാണോ എനിക്ക് കോട്ടിങ് നടത്തേണ്ടത്, അല്ലെങ്കിൽ ഏത് മെറ്റലിന്റെ കോട്ടിംഗ് ആണോ ഉണ്ടാക്കേണ്ടത്, ആ മെറ്റലും അതുപോലെ ഒരു ഇനേർട്ട് ഗ്യാസും കൂടിയുള്ള ഒരു ഗ്യാഷ്യസ് മിക്സ്ചർ നമ്മൾ ഉണ്ടാക്കും. അതായത് മെറ്റൽ വേപ്പറും ഇവിടെ ആർഗൺ ഗ്യാസ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു ഇനേർട്ട് ഗ്യാസും നമുക്ക് ഏത് മെറ്റലിന്റെ കോട്ടിംഗ് ആണോ വേണ്ടത് അതിന്റെ വേപ്പർ സ്റ്റേജിൽ ഉള്ള എലമെന്റും, അതായത് മെറ്റാലിക് വേപ്പറും അതുപോലെ ഒരു ഇനേർട്ട് ഗ്യാസും, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള റിയാക്ടന്റ് ഗ്യാസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പ്ലാസ്മ സ്റ്റേജിലേക്ക് ഗ്യാസിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഗ്യാസ് നമ്മളൊരു കണ്ടെയ്നറിന്റെ രണ്ട് ഭാഗത്തും ഹൈ ഡിസ്ചാർജ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഹൈ പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ, നല്ല കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഗ്യാഷ്യസ് മോളിക്യൂൾസ് എന്തുണ്ടാവും, ഒരു സ്പ്ലിറ്റപ്പ് ഉണ്ടാവും. പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസും ഇലക്ട്രോൺസുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആ ഒരു ചാർജ്ഡ് കണ്ടീഷനാണ് നമ്മൾ പ്ലാസ്മ കണ്ടീഷൻ എന്ന് പറയാം. അപ്പൊ ഇനീഷ്യലി ഞാനിവിടെ ഒരു ഡോട്ടഡ് ചെയ്യും, ഒരു എന്താ പറയാ, ഒരു കണ്ടെയ്നർ എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്
ഇവിടെ ഒരു ഡോട്ടഡ് ചേംബർ കാണിച്ചിട്ടുള്ളത് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ഈ ചേംബറിന്റെ ഉള്ളില് എന്തുണ്ട്? ആർഗൺ ഗ്യാസും മെറ്റൽ വേപ്പറും. ഏതെങ്കിലും ഒരു മെറ്റൽ, ഞാനിവിടെ മെറ്റൽ എം എന്ന് പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി എം എന്ന് പറയുന്ന ഒരു മെറ്റൽ, ആ മെറ്റലിന്റെ വേപ്പറും അതുപോലെ തന്നെ ഒരു ഇനർട്ട് ഗ്യാസ് ആർഗൺ ഗ്യാസും കൂടി മിക്സ് ചെയ്ത ഒരു റിയാക്ടിങ് ഗ്യാസ്, നമ്മുടെ റിയാക്ഷൻ ഗ്യാസ് ഇവിടെ ഉണ്ട്. ഈ ഗ്യാസിനെ എനിക്ക് പ്ലാസ്മ സ്റ്റേജിലേക്ക് മാറ്റണം. പ്ലാസ്മ സ്റ്റേജിലേക്ക് മാറ്റാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്താൽ മതി? രണ്ട് ഭാഗത്തുനിന്നും ഹൈ കറണ്ട് കൊടുത്താൽ മതി. സോ ഇതിന്റെ ഈ ചേംബറിന്റെ രണ്ട് സൈഡിലായിട്ട് ഇവിടെ ഒരു ഇലക്ട്രോഡ് ഉണ്ട്, ഇവിടെയും ഒരു ബ്ലാക്ക് കളർ ഇലക്ട്രോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഇലക്ട്രോഡിൽ ഞാൻ പവർ സപ്ലൈ കൊടുക്കുന്നുണ്ട്. അതാണ് ഇവിടെ മേലെ പവർ സപ്ലൈയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹൈ ഡിസ്ചാർജ് ഈ ഇലക്ട്രോഡിൽ കൊടുക്കുമ്പോൾ ഈ രണ്ട് ഇലക്ട്രോഡിന്റെ ഇടയിലുള്ള ഈ രണ്ട് ഇലക്ട്രോഡിന്റെ ഇടയിലുള്ള സ്പേസിലാണ് നമ്മുടെ റിയാക്ടന്റ് ഗ്യാസ് ഉള്ളത്, ആർഗൺ ഗ്യാസും മെറ്റൽ വേപ്പറും കൂടിയിട്ടുള്ള ഗ്യാഷ്യസ് മിക്സ്ചർ ഉള്ളത്. അപ്പൊ ഈ രണ്ട് ഇലക്ട്രോഡിലും ഹൈ കറണ്ട് കൊടുക്കുന്ന സമയത്ത് ഇതിനിടയിൽ ഒരു പ്ലാസ്മ സ്റ്റേജ് അച്ചീവ് ചെയ്യും. അതായത് ഇതിനകത്തുള്ള ഈ ഒരു മിക്സ്ചർ, ഗ്യാസ് മിക്സ്ചർ പ്ലാസ്മ സ്റ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസും നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസും ആയിട്ട് ഒരു സ്പ്ലിറ്റ് ഓഫ് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് ഇതിനകത്ത് ഇത്രയും നേരം ഉണ്ടായിരുന്ന ഗ്യാസ് സ്റ്റേജിലുള്ള മോളിക്യൂൾസ് ഒക്കെ ഇപ്പോൾ ഒരു പ്ലാസ്മ സ്റ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യും. ഒരു പ്ലസ് മൈനസ് ആയിട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ ഫിഗറിനകത്ത് ആ ഒരു പ്ലാസ്മ സ്റ്റേജിലുള്ള കൺവേർഷന്റെ ഇക്വേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് മെറ്റൽ വേപ്പർ ദാറ്റ് ഈസ് എം, ഇവിടെ പ്ലാസ്മ സ്റ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എം പ്ലസ്, അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് മെറ്റൽ അയോണും 2 ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോണുമായിട്ട് സ്പ്ലിറ്റ് ആവും. അതായത് ഹൈ കറണ്ട് നമ്മൾ രണ്ട് എൻഡിൽ നിന്നും കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പ്ലാസ്മ സ്റ്റേജിലേക്ക് വരുന്ന ആ ഒരു റിയാക്ഷൻ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മെറ്റൽ വേപ്പർ നമ്മളിവിടെ എം എന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആർഗൺ ഗ്യാസ് പറഞ്ഞ ഇനേർട്ട് ഗ്യാസ് ആണ്. അപ്പൊ ഇനേർട്ട് ഗ്യാസിൽ നമുക്കറിയാം റിയാക്ഷൻസ് ഉണ്ടാവില്ല. അപ്പം ആർഗൺ ഗ്യാസിന്റെ വേറെ ഒരു ഇക്വേഷൻ നമ്മൾ കാണിക്കുന്നില്ല. നമുക്കിപ്പോൾ ഇവിടെ റിയാക്ഷൻ നടക്കുന്നത് ഈ മെറ്റൽ വേപ്പറിൽ മാത്രമാണ്. അപ്പൊ എന്താട്ടെ, നമുക്ക് ഹൈ കറണ്ട് കൊടുക്കുന്ന സമയത്ത് ഈ മെറ്റൽ വേപ്പർ എന്താവും? എം പ്ലസ് പ്ലസ് 2 ഇലക്ട്രോൺ, അതായത് എം പ്ലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജിന്റെ മെറ്റൽ അയോണും നെഗറ്റീവ്ലി ചാർജിലെ ഇലക്ട്രോണുമായിട്ട് സ്പ്ലിറ്റ് ആവും. അപ്പോൾ നമ്മൾ ഹൈ കറണ്ട് കൊടുക്കുന്ന സമയത്ത് ഈ രണ്ട് ഇലക്ട്രോഡിന്റെ ഇടയിൽ ഫുൾ ആയിട്ട് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവുക. എം പ്ലസും ഇലക്ട്രോൺ അല്ലെങ്കിൽ 2 ഇലക്ട്രോൺസ്, അങ്ങനെ ഒരു ചാർജ്ഡ് എലമെന്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിനകത്തുള്ള എം പ്ലസ് എന്ന് പറയുന്ന നമ്മുടെ മെറ്റൽ അയോൺസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനകത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ഒരു റാൻഡം ഓർഡറിൽ മൂവ് ചെയ്യും അല്ലെ. മൂവ് ചെയ്തിട്ട് ഈ സൈഡിൽ ഈ ഇലക്ട്രോഡിന്റെ കൂടെ തന്നെ ഒരു വൈറ്റ് കളർ റോഡും കൂടി നിങ്ങൾ കാണുന്നുണ്ട്. രണ്ട് സൈഡിലും ഒരു വൈറ്റ് കളർ എലമെന്റ്, ഒരു ബ്ലാക്ക് കളർ ഇലക്ട്രോഡിന്റെ കൂടെ തന്നെ ഒരു വൈറ്റ് കളർ പ്ലേറ്റും കൂടി കാണുന്നുണ്ട്. അതിനെ നമ്മൾ ടാർഗറ്റ് പ്ലേറ്റ്സ് എന്നാ പറയാ. അപ്പോൾ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് മെറ്റൽ അയോൺസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ടാർഗറ്റ് പ്ലേറ്റിൽ പോയിട്ട് നല്ല സ്പീഡിൽ വന്ന് ഹിറ്റ് ചെയ്യും. അതായത് എം പ്ലസ് ആയിട്ടുള്ള അയോൺസ് ഒക്കെ നല്ല സ്പീഡിൽ വന്നിട്ട് ഈ ടാർഗറ്റ് പ്ലേറ്റിലേക്ക് ഹിറ്റ് ചെയ്യും. അപ്പൊ ടാർഗറ്റ് പ്ലേറ്റിലേക്ക് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ, ഈ അയോൺസ് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു എനർജി ട്രാൻസ്ഫർ നടക്കും, ഒരു മൊമെന്റം ട്രാൻസ്ഫർ നടക്കും. അതിന്റെ ഭാഗമായിട്ട് ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ എന്താണെന്ന് വെച്ചാൽ വേപ്പർ സ്റ്റേജിലേക്ക്, ഇവാപറേഷൻ, അതായത് ഒരു വേപ്പർ സ്റ്റേജിലേക്കുള്ള കൺവേർഷൻ. ഓക്കെ, അപ്പോ ഞാൻ ഒന്നുകൂടി ആദ്യം മുതൽ സ്റ്റാർട്ടിങ് തൊട്ട് പറയാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ ആണ്. നമ്മൾ ആദ്യം എടുക്കുന്നത് ഒരു ഇനേർട്ട് ഗ്യാസും നമുക്ക് ഏത് മെറ്റൽ ആണോ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് ആ മെറ്റൽ വേപ്പർ അടങ്ങുന്ന ഒരു ഗാഷ്യസ് മിക്സ്ചർ, ദാറ്റ് ഈസ് റിയാക്ടന്റ് ഗ്യാസ്. ദെൻ അടുത്ത മൊമെന്റിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഗ്യാസിനെ പ്ലാസ്മ സ്റ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? രണ്ട് ഇലക്ട്രോഡ് വെച്ചിട്ട് ഹൈ കറണ്ട് കൊടുക്കുന്നു. ഇവിടെ ഈ ബ്ലാക്ക് കളറിലുള്ളതാണ് ഇലക്ട്രോഡ്സ്. രണ്ട് ഇലക്ട്രോഡ് വെച്ചിട്ട് ഹൈ കറണ്ട് നമ്മൾ ഇതിനിടയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഗാഷ്യസ് മിക്സ്ചർ പ്ലാസ്മ സ്റ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് മെറ്റൽ അയോൺസ് എം പ്ലസും ഇലക്ട്രോൺ നെഗറ്റീവ്ലി ചാർജിന്റെ ഇലക്ട്രോൺസുമായിട്ട് സ്പ്ലിറ്റ് ആവും. അപ്പൊ ഈ സ്പേസിനിടയിൽ ഫുൾ ആയിട്ട് എം പ്ലസ് അയോൺസും ഇലക്ട്രോൺ എന്ന് പറയുന്ന നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസും ആണ് ഉണ്ടാവുക. അപ്പോൾ ഇതിനകത്തുള്ള ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും റാൻഡം ആയിട്ട് മൂവ് ചെയ്യും. അപ്പൊ ഈ ചാർജ്ഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് എം പ്ലസ് അയോൺ വന്നിട്ട് ഇതിന്റെ കൂടെ ഇലക്ട്രോഡിന്റെ കൂടെ വെച്ച ടാർഗറ്റ് പ്ലേറ്റിൽ നല്ല മൊമെന്റത്തിൽ അല്ലെങ്കിൽ നല്ല സ്പീഡിൽ വന്ന് ഹിറ്റ് ചെയ്യും. അങ്ങനെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ടാർഗറ്റ് പ്ലേറ്റിലേക്ക് ഒരു മൊമെന്റം ട്രാൻസ്ഫർ നടക്കും. ആ ട്രാൻസ്ഫറിന്റെ ഭാഗമായിട്ട് ഗാഷ്യസ് എലമെന്റിലുള്ള ഈ അയോൺസ് എന്താണെന്ന് വെച്ചാൽ വേപ്പർ സ്റ്റേജിലേക്ക് മാറും. ദെൻ ഈ വേപ്പേഴ്സ് എന്ത് ചെയ്യും?
നേരെ വന്ന് നമ്മുടെ അടിയിലുള്ള സബ്സ്ട്രേറ്റിന്റെ മേലെ ഇത് ഡ്രോപ്പ് ആയി വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ കുറച്ച് കഴിയുമ്പോൾ എന്താവും, മെറ്റൽ വേപ്പർ സോൾഡിഫൈ ചെയ്യും അല്ലെ. അപ്പൊ ഇവിടെ നമ്മുടെ മെറ്റീരിയലിന്റെ മേലെ ഒരു മെറ്റൽ കോട്ടിങ് ഉണ്ടാവും. അപ്പൊ ഇവിടെ ഇപ്പൊ ആക്ച്വലി എന്തുകൊണ്ടാണ് ഈ ഒരു ഡെപ്പോസിഷൻ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ടാർഗറ്റ് പ്ലേറ്റിൽ ഹിറ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു മൊമെന്റം ട്രാൻസ്ഫർ ഉണ്ടായി, ഒരു കൈനറ്റിക് എനർജി അല്ലെ. നമ്മളെ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിൽ നമ്മൾ ഉണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്. ഈ കൈനറ്റിക് എനർജി കാരണമാണ് ഈ ടാർഗറ്റ് പ്ലേറ്റിലേക്ക് പോയിട്ട് നമ്മുടെ അയോൺസ് ഹിറ്റ് ചെയ്തത്. അപ്പൊ ഒരു കൂട്ടിയിടിക്കൽ നടന്നപ്പോൾ ഇയാൾ എന്തായി, ഈ ഗ്യാഷ്യസ് മോളിക്യൂള് വേപ്പർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. ആ വേപ്പേഴ്സ് ആണ് ഇവിടെ വന്നിട്ട് ഡെപ്പോസിറ്റ് ആയത്. സോ ഈ ഒരു എനർജി ട്രാൻസ്ഫർ, ഒരു മെക്കാനിക്കൽ മോഷൻ അല്ലെങ്കിൽ ഒരു കൈനറ്റിക് എനർജി ട്രാൻസ്ഫർ നടന്നപ്പോഴാണ് ഇവിടെ ഒരു വേപ്പർ സ്റ്റേജില് അല്ലെങ്കിൽ ഒരു ലിക്വിഡ് സ്റ്റേജിലുള്ള മെറ്റൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ മെറ്റൽ വേപ്പേഴ്സ് നമ്മുടെ സബ്സ്ട്രേറ്റിന്റെ മുകളിൽ ഡെപ്പോസിഷൻ നടന്നത്. സോ നേരത്തെ പറഞ്ഞൊക്കെ കെമിക്കൽ റിയാക്ഷന്റെ ഭാഗമായിട്ടായിരുന്നു ഡെപ്പോസിഷൻ നടന്നത്. പക്ഷെ ഇപ്പം നടന്നത് ഒരു ഫിസിക്കൽ ഹിറ്റിംഗ് ആണ്, അല്ലെങ്കിൽ മെറ്റൽ അയോൺസിന്റെ ഫിസിക്കൽ ഹിറ്റിംഗ് കാരണമാണ്, അല്ലെങ്കിൽ ആ ഒരു മൊമെന്റം ട്രാൻസ്ഫർ കാരണമാണ് ഇവിടെ ഡെപ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്തത്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ. ഒന്നുകൂടെ ഞാൻ പറയാം, ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മെറ്റൽ ലെയേഴ്സ് ഒക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റിംഗ് മെത്തേഡ്, ഈ ഒരു ഡെപ്പോസിഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് മെറ്റലാണോ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്, ആ മെറ്റലിന്റെ വേപ്പറും ഒരു ഇനേർട്ട് ഗ്യാസും കൂടിയുള്ള ഗ്യാഷ്യസ് മിക്സ്ചർ ആണ് നമ്മളിവിടെ വർക്കിംഗ് എലമെന്റ് ആയിട്ട് എടുക്കുക. ദെൻ ആ ഗ്യാഷ്യസ് മിക്സ്ചറിനെ പ്ലാസ്മ സ്റ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യും. എങ്ങനെ കൺവേർട്ട് ചെയ്യും? ഇതിന്റെ രണ്ട് എൻഡിലായിട്ട് 2 ഇലക്ട്രോഡ്സ് വെക്കും. ഇവിടെ ബ്ലാക്ക് കളറിൽ കാണിച്ച 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. ഈ ഇലക്ട്രോഡ്സ് വെച്ചിട്ട് ഹൈ കറണ്ട് കൊടുക്കുമ്പോൾ ഇതിനിടയിലുള്ള ഗ്യാഷ്യസ് മോളിക്യൂൾസ് എന്താവും, M+ അയോണും ഇലക്ട്രോൺ എന്ന് പറയുന്ന നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളുമായി മാറും. അതായത് അവിടെ ഒരു ചാർജ്ഡ് സ്റ്റേജിലേക്ക് അതിനെ മാറും. ദാറ്റ് ഈസ് പ്ലാസ്മ സ്റ്റേജ്. അപ്പൊ ഈ പ്ലാസ്മ സ്റ്റേജിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണായ M+ അയോൺസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഇലക്ട്രോഡിന്റെ കൂടെ വെച്ചിട്ടുള്ള ടാർഗറ്റ് പ്ലേറ്റിൽ വന്ന് നല്ല സ്പീഡിൽ നല്ല മൊമെന്റത്തിൽ വന്ന് ഹിറ്റ് ചെയ്യും. ആ മൊമെന്റം ട്രാൻസ്ഫർ കാരണം ഇപ്പൊ ഗ്യാഷ്യസ് സ്റ്റേജിലുള്ള മെറ്റൽ എന്താണെന്ന് വെച്ചാൽ മെറ്റൽ വേപ്പർ ആയി മാറുകയും ആ വേപ്പേഴ്സ് നമ്മുടെ താഴെ വെച്ചിരിക്കുന്ന സബ്സ്ട്രേറ്റിന്റെ മുകളിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ഈ വേപ്പേഴ്സ് എന്താവും, സോൾഡിഫൈ ചെയ്ത് നമ്മുടെ ഈ സബ്സ്ട്രേറ്റിന്റെ മേലെ കോട്ടിങ് പോസിബിൾ ആവും. So this is called as sputtering process or physical vapor deposition process. Is it clear aina? Hello. Yes sir. Hello. Yes sir. Okay. അപ്പോൾ ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ എപ്പോഴും ഒരു മിനിമം ടെമ്പറേച്ചറിലാണ് കീപ്പ് ചെയ്യുക. കാരണം നമുക്കറിയാം ഹൈ ടെമ്പറേച്ചർ കൊടുത്താൽ ചിലപ്പോൾ ഇവിടെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. ടെമ്പറേച്ചർ ഹൈ ആയിട്ടാണല്ലോ നമ്മൾ CVD പ്രോസസ്സിലൊക്കെ ടെമ്പറേച്ചർ റേഞ്ച് ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പൊ അവിടെ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ മാത്രമാണ് അവിടെ കെമിക്കൽ റിയാക്ഷൻ നടന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു ലോ ടെമ്പറേച്ചറിലാണ് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഇവിടുത്തെ ഡെപ്പോസിഷന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മെറ്റൽ അയോൺസിന്റെ മൊമെന്റം ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഒരു കൈനറ്റിക് എനർജിയുടെ ആ ഒരു ട്രാൻസ്ഫർ നടക്കുന്നുണ്ടാണ്. ഇവിടെ വേപ്പർ സ്റ്റേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും വേപ്പേഴ്സ് വന്നിട്ട് നമ്മുടെ മെറ്റീരിയലിന്റെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. So this is physical vapor deposition. Then physical ഒരു special type of deposition, that is epitaxial deposition or deposition by epitaxy. Epitaxial deposition എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. സബ്സ്ട്രേറ്റ് എന്താണോ അതേ മെറ്റീരിയൽ തന്നെ അതിന്റെ മേലെ ഡെപ്പോസിറ്റ് ചെയ്യാം. അത് സിലിക്കൺ സബ്സ്ട്രേറ്റ് ആണ്. നമ്മുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതിപ്പം ഇവിടെ ഒരു സബ്സ്ട്രേറ്റ് ഉണ്ടല്ലേ, ഇവിടെ ഉള്ള സബ്സ്ട്രേറ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഒരു പ്ലേറ്റ് ഇവിടെ ഉണ്ട്. അപ്പോ ഇത് സിലിക്കൺ ആണെങ്കിൽ, ഈ സബ്സ്ട്രേറ്റ് എലമെന്റ് സിലിക്കൺ ആണെങ്കിൽ ഇതിന്റെ മേലെ വീണ്ടും സിലിക്കണിനെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാം. അതായത് മെറ്റീരിയലിന്റെ തിക്നെസ് കൂട്ടാം. വേറൊരു സെൻസിൽ പറയുകയാണെങ്കിൽ എന്റെ കയ്യിലുള്ള സിലിക്കണിന്റെ തിക്നെസ് എനിക്ക് കൂട്ടണം. എന്ത് ചെയ്താൽ മതി, ഇതിന്റെ മേലെ വീണ്ടും സിലിക്കൺ കൊണ്ടാന്നിട്ട് ആഡ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ ഒരു മെറ്റീരിയലിന്റെ മേലെ അതേ മെറ്റീരിയലിനെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എപ്പിടാക്സിയൽ ഡെപ്പോസിഷൻ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷനിൽ സിലിക്കണിന്റെ മുകളിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത് സിലിക്കൺ ഡയോക്സൈഡും സിലിക്കൺ നൈട്രൈഡ് ഒക്കെ ആയിരുന്നു. ബട്ട് സിലിക്കൺ മേലയിൽ സിലിക്കൺ ഇറ്റ്സെൽഫ് അത് തന്നെ അതേ മെറ്റീരിയൽ തന്നെ വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്ത് അതിന്റെ തിക്നെസ് കൂട്ടുന്ന ആ ഒരു ഡെപ്പോസിഷൻ മെത്തേഡിനെയാണ് എപ്പിടാക്സിയൽ ഡെപ്പോസിഷൻ ഓർ ഡെപ്പോസിഷൻ ബൈ എപ്പിടാക്സി എന്ന് പറയുന്നത്.
single crystal substrate by growing a film of the same single crystal material. സബ്സ്ട്രേറ്റിന്റെ മെറ്റീരിയൽ ഏതാണോ അതേ മെറ്റീരിയൽ തന്നെ കൊണ്ടുവന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനാണ് എപ്പിടാക്സി ഓർ എപ്പിടാക്ഷ്യൽ ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എക്സാമ്പിൾ ഡെപ്പോസിഷൻ ഓഫ് സിലിക്കൺ ഫിലിംസ് ഓവർ സിലിക്കൺ സബ്സ്ട്രേറ്റ്. സിലിക്കൺ സബ്സ്ട്രേറ്റിന്റെ മേലെ സിലിക്കൺ തന്നെ വീണ്ടും ആഡ് ചെയ്യുക, അതിന്റെ തിക്നെസ് കൂട്ടുക. സോ ഇറ്റ് ഈസ് വെരി സിമിലർ ടു CVD പ്രോസസ്, യൂസ് ഓഫ് കാരിയർ ഗ്യാസ് വിത്ത് റിയാക്ടൻ ഇൻവോൾവിംഗ് ദി സെയിം സബ്സ്ട്രേറ്റ് മെറ്റീരിയൽ. നമ്മൾ ആക്ച്വലി ഇതൊരു CVD പ്രോസസ് തന്നെയാണ്. എങ്ങനെയാണ് പ്രോസസ്സ്, എന്തൊക്കെയാണ് ഇവിടുത്തെ റിയാക്ടൻസ് എന്നൊക്കെ നമുക്ക് നോക്കാം. നമുക്കറിയാം CVD പ്രോസസ്സിൽ നമുക്കൊരു റിയാക്ടന്റും വേണം, അതുപോലെ ഒരു കാരിയർ ഗ്യാസും വേണം. അപ്പൊ അതേപോലെയാണ് CVD പ്രോസസ്സ് തന്നെയാണ്. അവിടെ ഒരു കരിയർ ഗ്യാസ് കൊടുക്കും, അവിടെ റിയാക്ടൻസ് കൊടുക്കും. ഹലോ, ഒരു മിനിറ്റ്. ഇപ്പൊ ക്ലിയർ ആണോ? ഹലോ ഹലോ നേരത്തെ ഹലോ എന്ന് പറഞ്ഞാൽ കട്ടായി പോയി. ഹലോ, ഇപ്പൊ ഇല്ല, ഇപ്പം കേൾക്കുന്നില്ലേ? ഗിത്താർ വായിക്കുന്നില്ല ഇടക്കിടക്ക്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, സോ എപ്പിടാക്സി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു മെറ്റീരിയലിന്റെ മേലെ അതേ മെറ്റീരിയലിനെ തന്നെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുക, അതായത് അതിന്റെ തിക്നെസ് കൂട്ടി ഡെപ്പോസിഷൻ. അപ്പൊ ഒരു സിലിക്കൺ സിലിക്കൺ സബ്സ്ട്രേറ്റിന്റെ മേലെ സിലിക്കൺ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുക. സാർ ഇപ്പോ തന്നെ ഇടക്കിടക്ക് ഒരു ലാഗ് വരുന്നു വോയിസ്. ഞാൻ ചെക്ക് ചെയ്യാം. ഓക്കെ ആണോ? ഹലോ, ഓക്കെ, സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ എപ്പിടാക്ഷ്യൽ ഡെപ്പോസിഷൻ കൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? അതായത് ഒരേ മെറ്റീരിയലിനെ തന്നെ അതേ മെറ്റീരിയലിനെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അതിന്റെ തിക്നെസ് കൂട്ടുക, ആ ഒരു മെറ്റീരിയൽ തിക്നെസ് കൂട്ടിക്കൊണ്ടുവരുന്ന പരിപാടിയാണ് എപ്പിടാക്ഷ്യൽ ഡെപ്പോസിഷൻ. ഇത് ആക്ച്വലി ഒരു CVD പ്രോസസ് തന്നെയാണ്. CVD എന്ന് പറഞ്ഞാൽ കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ പ്രോസസ് തന്നെയാണ് ഇത്. CVD റിയാക്ടന്റ് വേണം, അതുപോലെ തന്നെ ഒരു കരിയർ ഗ്യാസും വേണം. എപ്പിടാക്ഷ്യൽ മെത്തേഡിലും ഒരു റിയാക്ടന്റും ഉണ്ടാവും, കരിയർ ഗ്യാസ്. There are several methods available for epitaxial deposition. That is vapor phase epitaxy, molecular beam epitaxy, CVD, complementary metal oxidation of semiconductor epitaxy. അത് എപ്പിടാക്സി തന്നെ പല ടൈപ്പിലുണ്ട് എന്നാ പറയുന്നത്. പ്രധാനമായിട്ട് 4 ടൈപ്പ് എപ്പിടാക്സിയൽ പ്രോസസ്സുകൾ. അതിൽ കൂടുതലായിട്ടും പോപ്പുലർ മെത്തേഡ് എന്ന് പറയുന്നത്. ഹലോ ഹലോ
ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ പറഞ്ഞ എപ്പിടാക്സിയൽ ഡെപ്പോസിഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് 4 ടൈപ്പ് എപ്പിടാക്സിയൽ മെത്തേഡാണ് ഉള്ളത്. അതിൽ ഏറ്റവും പോപ്പുലർ മെത്തേഡ് എന്ന് പറയുന്നത് വേപ്പർ ഫേസ് എപ്പിടാക്സി ആണ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ഈ വേപ്പർ ഫേസ് എപ്പിടാക്സി ആണ്. അത് നമ്മുടെ സിലിക്കണിന്റെ മേലെ സിലിക്കൺ തന്നെയാണ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടെങ്കിൽ സിലിക്കണിന്റെ വേപ്പേഴ്സിനെയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുക. ദെൻ അത് സോളിഡിഫൈ ചെയ്തിട്ട് ക്രിസ്റ്റലായി മാറും. വേപ്പർ ഫേസ് എപ്പിടാക്സി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെത്തേഡ് വേപ്പർ ഫേസ് എപ്പിടാക്സി ആണ്. ബാക്കിയുള്ളതൊന്നും യൂസ് ചെയ്യില്ല എന്നല്ല, ഇത് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ എപ്പിടാക്സിയൽ മെത്തേഡിൽ ഏറ്റവും പോപ്പുലർ മെത്തേഡ് എന്നുള്ളത് വേപ്പർ ഫേസ് എപ്പിടാക്സി ആണ്. സോ ദ വേപ്പർ ഫേസ് എപ്പിടാക്സി ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് റിയാക്ടന്റ് വേപ്പേഴ്സ് കണ്ടെയ്നിങ് സിലിക്കൺ സച്ച് ആസ് SiH4, that is silane, dichlorosilane, trichlorosilane, silicon tetrachloride, diluted in hydrogen carrier gas. ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് സിമിലർ ടു CVD എന്ന് പറഞ്ഞിട്ടുണ്ട്. CVD-യിൽ നമുക്കറിയാം റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്. CVD-യിൽ നമുക്കൊരു റിയാക്ടന്റ് വേണം അല്ലെ, റിയാക്ടന്റും വേണം, ഒരു കരിയർ ഗ്യാസും വേണം. അപ്പൊ ഇവിടെ നമ്മൾ സിലിക്കന്റെ കേസ് എക്സാമ്പിൾ എടുത്തിട്ട് പറയാം. സിലിക്കന്റെ മേലെ സിലിക്കണിനെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മോസ്റ്റ് ഓഫ് ദ കേസ് യൂസ് ചെയ്യുന്ന റിയാക്ടന്റ് ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ SiH4 നമുക്ക് ഉപയോഗിക്കാം, SiH2Cl2 ദാറ്റ് ഈസ് ഡൈക്ലോറോസിലൈൻ നമുക്ക് ഉപയോഗിക്കാം, ദെൻ SiHCl3 നമുക്ക് ഉപയോഗിക്കാം, ദാറ്റ് ഈസ് ട്രൈക്ലോറോസിലൈൻ നമുക്ക് ഉപയോഗിക്കാം, SiCl4 ദാറ്റ് ഈസ് സിലിക്കൺ ടെട്രാക്ലോറൈഡ് നമുക്ക് യൂസ് ചെയ്യാം. കരിയർ ഗ്യാസ് ആയിട്ട് ഒറ്റ ഒരാളെ മാത്രമേ യൂസ് ചെയ്യൂ, ദാറ്റ് ഈസ് ഹൈഡ്രജൻ ഗ്യാസ് ആണ് നമ്മളുടെ ഇവിടുത്തെ കരിയർ ഗ്യാസ്. ഓക്കെ, നമ്മൾ ഓൾറെഡി സിലിക്കൺ ഡയോക്സൈഡ് ലെയർ ഫോം ചെയ്യാൻ ആവശ്യമായ റിയാക്ടന്റുകൾ ഏതൊക്കെയാണ്, കരിയർ ഗ്യാസ് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മ ഉണ്ടാവും. സിലിക്കൺ ഡയോക്സൈഡിന്റെ കരിയർ ഗ്യാസ് ആരായിരുന്നു? നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് സിലിക്കൺ ഡയോക്സൈഡ് ലെയർ ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന കരിയർ ഗ്യാസ് ആരായിരുന്നു? ആണോ? സിലിക്കൺ ഡയോക്സൈഡ് ആണ് നമുക്ക് വേണ്ടത്. അപ്പം അവിടെ കരിയർ ഗ്യാസ് ആയിട്ട് ആരെയായിരുന്നു യൂസ് ചെയ്തത്? ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിന്റെ ടെമ്പറേച്ചർ റേഞ്ചും ഉപയോഗിക്കുന്ന റിയാക്ടന്റുകൾ ആരൊക്കെയാണ് എല്ലാം പറഞ്ഞതാണ്. അതേപോലെ സിലിക്കൺ നൈട്രൈഡ് ആണെങ്കിൽ ഉപയോഗിക്കുന്ന കരിയർ ഗ്യാസ് ആരാ? ഏതാടാ? അമോണിയ ഗ്യാസ് എന്നൊക്കെ പറഞ്ഞ ഓർമ്മയില്ലേ? അതേപോലെ എപ്പിടാക്സിയൽ മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന കരിയർ ഗ്യാസ് എന്ന് പറയുന്നത് ഏതാ? ഹൈഡ്രജൻ ഗ്യാസ് ആണ് നമ്മൾ കരിയർ ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യുക. നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന റിയാക്ടൻസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ റിയാക്ടൻസുമായി സിലിക്കൺ SiH4 എന്ന് പറഞ്ഞാൽ സിലൈൻ അല്ലെ, SiH2Cl2 എന്ന് പറഞ്ഞാൽ ഡൈക്ലോറോസിലൈൻ, SiHCl3 എന്ന് പറഞ്ഞാൽ ട്രൈക്ലോറോ സിലൈൻ, SiCl4 എന്ന് പറഞ്ഞാൽ സിലിക്കൺ ടെട്രാക്ലോറൈഡ്. റിയാക്ടൻസ് ഈ പറഞ്ഞ 4 കരിയർ ഗ്യാസ് എന്ന് പറയുന്നത് ഒറ്റൊരു എലമെന്റ് മാത്രം, ദാറ്റ് ഈസ് ഹൈഡ്രജൻ ഗ്യാസ്. സോ ഈ റിയാക്ടൻസും ഈ ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുന്ന കരിയർ ഗ്യാസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന എപ്പിടാക്സിയൽ മെത്തേഡിന്റെ കൺസ്ട്രക്ഷൻ ഫിഗർ ആണ് ഈ കാണിച്ചേക്കുന്നത്, ഹൊറിസോണ്ടൽ എപ്പിടാക്സിയൽ ഡെപ്പോസിഷൻ റിയാക്ടർ. അപ്പോ ഇവിടെ നമ്മൾ സിലിക്കൺ ആണ് എക്സാമ്പിൾ എടുക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് സിലിക്കണിന്റെ മേലെ സിലിക്കൺ വെക്കാൻ വേണ്ടി മാത്രമാണ് ഈ എപ്പിടാക്സിയൽ മെത്തേഡ് എന്ന് ചിന്തിച്ചേക്കരുത്. ചില കോമ്പൗണ്ടിന്റെ തിക്നെസ് കൂടെ, ഇപ്പം ഗാലിയം ആഴ്സനൈഡ് എന്ന് പറയുന്ന എലിമെന്റ് അറിയാം, ഗാലിയം ആഴ്സനൈഡ് ദാറ്റ് ഈസ് GaAs. ഈ ഗാലിയം ആഴ്സനൈഡ് എന്ന് പറയുന്ന ഇതുപോലുള്ള കോമ്പൗണ്ട്സ് ഉണ്ട്. ഇതിന്റെ മുകളിൽ ഇതേ ലെയർ തന്നെ, ഗാലിയം ആഴ്സനൈഡിന്റെ ലെയർ തന്നെ ഉണ്ടാക്കാനൊക്കെ എപ്പിടാക്സിയൽ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ MEMS ടെക്നോളജിയിൽ ഒരു സിംഗിൾ ക്രിസ്റ്റൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ വേപ്പറിന്റെ തിക്നെസ് കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എപ്പിടാക്സിയൽ മെത്തേഡ്. നമ്മൾ നിങ്ങളുടെ പഠിക്കാൻ വേണ്ടിയിട്ട് സിലിക്കൺ ഒരു എക്സാമ്പിൾ ആയി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു റിയാക്ടർ നോക്കാം. നേരത്തെ കണ്ട പോലെയുള്ള ഒരു റെസിസ്റ്റൻസ് ഹീറ്റർ ആണിത്. ഈ ചേംബർ എന്ന് പറയുന്ന ഒരു ഹീറ്റർ എലമെന്റ് ആണ്. ഈ ഹീറ്ററിന്റെ ഉള്ളിൽ സബ്സ്ട്രേറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം സിലിക്കൺ ആയതുകൊണ്ട് സിലിക്കൺ സബ്സ്ട്രേറ്റ് ഇതിന്റെ ഉള്ളിലുണ്ട്, സിലിക്കൺ സബ്സ്ട്രേറ്റ് ഉണ്ട്. ദെൻ ഇതിലേക്ക് കുറെ ഇൻപുട്ട് വെന്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഇൻപുട്ട് പോർട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു പോർട്ട്, ഫസ്റ്റ് പോർട്ടിലൂടെ കടത്തി വിടുന്നത് N2 എന്ന് പറയുന്ന ഗ്യാസിനെയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മൾ H2 മാത്രമേ നമ്മളിവിടെ കരിയർ ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യും. പക്ഷെ ഫസ്റ്റ് വെന്റിലൂടെ അല്ലെങ്കിൽ ഫസ്റ്റ് പോർട്ടിലൂടെ നമ്മൾ N2 കടത്തി വിടുന്നുണ്ട്. ദെൻ സെക്കൻഡ് പോർട്ടിലൂടെ H2 ദാറ്റ് ഈസ് കരിയർ ഗ്യാസ് കടത്തി വിടുന്നുണ്ട്. തേർഡ് പോർട്ടിലൂടെ റിയാക്ടന്റ് പ്ലസ് H2. റിയാക്ടന്റ് ഏതൊക്കെയാ നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന റിയാക്ടന്റ് ഏതൊക്കെയാ? സിലൈൻ ഉപയോഗിക്കും, ദാറ്റ് ഈസ് SiH4 ഉപയോഗിക്കും അല്ലെ, SiCl4 ഉപയോഗിക്കും, SiHCl2 SiH2Cl2 ഉപയോഗിക്കും, SiHCl3 ഉപയോഗിക്കും.
ഏതോ ആയിക്കോട്ടെ. ഞാനിപ്പോ ഉപയോഗിക്കുന്നത് സിലൈൻ ആണെങ്കിൽ സിലൈൻ പ്ലസ് H2 അത് ഇതാ ഈ മൂന്നാമത്തെ പോർട്ടിലൂടെ വിടുന്നുണ്ട്. പിന്നെ ഡോപ്പന്റ് പ്ലസ് H2 വിടുന്നുണ്ട്. അപ്പൊ ഇതെന്തിനാ ഈ കുറെ പോർട്ടുകളും ഇതൊക്കെ കടത്തി വിടേണ്ട ആവശ്യം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷന്റെ അതേ പ്രോസസ്സിങ് തന്നെയാണ്, അല്ലെ അതേ പ്രൊസീജിയേഴ്സ് തന്നെയാണ് ഇതും ഫോളോ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കരിയർ ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ആരെയാ? H2 ആണല്ലേ. ഈ ഹൈഡ്രജൻ ഗ്യാസിന് ഒരു പ്രത്യേകതയുണ്ട്. ഹൈഡ്രജൻ ഗ്യാസ് പെട്ടെന്ന് എക്സ്പ്ലോഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ആരുമായിട്ട് കൂടി ചേർന്നിട്ട് അവിടെ ഓക്സിജന്റെ പ്രസൻസിൽ ഹൈഡ്രജൻ കത്തും, അതായത് കത്താനുള്ള സാധ്യതയുണ്ട്. ഞാനിപ്പോ ഈ ഒരു റിയാക്ടറിന്റെ ഉള്ളിൽ വാക്വം ജനറേറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ ഇതിനകത്ത് ഇപ്പം ഫുൾ ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ട് എന്നൊക്കെ വിചാരിച്ചോ. ഈ റിയാക്ടറിന്റെ ഉള്ളിൽ ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ട്, അതായത് ഓക്സിജൻ ഗ്യാസ് ഇതിലുണ്ട്. ഞാൻ ഇതിലേക്ക് ഫ്രീ ആയിട്ട് വെറുതെ കുറെ ഹൈഡ്രജൻ ഗ്യാസ് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഈ റിയാക്ടറിന്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുക വെച്ചാൽ എക്സ്പ്ലോഷൻ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു സേഫ്റ്റി പ്രൊസീജിയർ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ പോർട്ടിലൂടെ നൈട്രജൻ ഗ്യാസ്, ദാറ്റ് ഈസ് N2 കടത്തി വിടുന്നത്. അതൊരു പേർജിങ് ഓഫ് ഓക്സിജൻ നടത്താൻ വേണ്ടിയിട്ടാണ് N2 ഗ്യാസിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് വിടുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ N2 ഗ്യാസ് ആണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന സ്റ്റാർട്ടിങ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഈ ഒന്നാമത്തെ പോർട്ടിലൂടെ N2 എന്ന് പറയുന്ന ഗ്യാസ് നമ്മൾ കടത്തി വിടും അല്ലെ. കടത്തി വിടുന്ന സമയത്ത് എന്താ സംഭവിക്കുക വെച്ചാൽ, എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഹൈഡ്രജൻ ഗ്യാസിനുള്ള ഒരു പ്രശ്നം ഓക്സിജനുമായിട്ട് കൂടി ചേർന്നിട്ട് അവിടെ എന്തുണ്ടാവും, ഒരു എക്സ്പ്ലോഷനുള്ള സാധ്യതയുണ്ട്. സോ ആ എക്സ്പ്ലോഷൻ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ അതിനകത്തുള്ള ഓക്സിജൻ മോളിക്യൂൾസിനെയൊക്കെ പുറത്ത് കളയണം. ആ ഓക്സിജൻ മോളിക്യൂൾസിനെ പുറത്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ നമ്മൾ N2 അല്ലെങ്കിൽ നൈട്രജൻ എന്ന് പറയുന്ന എലമെന്റിനെ അല്ലെങ്കിൽ ഗ്യാസിനെ നമ്മൾ റിയാക്ടറിലേക്ക് അയക്കുന്നത്. ഇതാണ് സ്റ്റാർട്ടിങ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ റിയാക്ടറിലേക്ക് നൈട്രജൻ ഗ്യാസിനെ അയക്കുമ്പോൾ ഈ നൈട്രജൻ ഗ്യാസ് ഇനേർട്ട് ഗ്യാസ് നമുക്കറിയാം അല്ലെ. ഈ നൈട്രജൻ ഗ്യാസ് എന്ത് ചെയ്യും, ഇതിനകത്ത് ഈ റിയാക്ടറിനകത്തുള്ള ഓക്സിജനെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈവ് ഔട്ട് ചെയ്യും, പുറത്തേക്ക് തള്ളും. മീൻസ് അവിടെ ഒരു ഓക്സിജന്റെ റിമൂവൽ മെത്തേഡിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓക്സിജനെ ഒഴിവാക്കുക എന്നുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഈ N2 ഗ്യാസിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് അയക്കുന്നത്. അപ്പം ഇതിനകത്തുള്ള ഓക്സിജനും നൈട്രജൻ ഗ്യാസും കൂടി ഈ വെന്റ് വഴി എന്താവും, പുറത്തേക്ക് പോകും. അതായത് ഇതിനകത്തുള്ള ഓക്സിജനെ കംപ്ലീറ്റ് റിമൂവ് ചെയ്യും. അപ്പൊ അതൊരു സേഫ്റ്റി പ്രൊസീജിയറാണ് ഫസ്റ്റിൽ തന്നെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇനിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ കരിയർ ഗ്യാസിനെ അങ്ങോട്ടേക്ക് അയക്കേണ്ടത്. കരിയർ ഗ്യാസ് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. സോ സെക്കൻഡ് പോർട്ട് ആദ്യം N2 ഗ്യാസിനെ കടത്തി വിട്ട് ഇതിനകത്ത് പേർജിങ് എല്ലാം നടന്നു, അതായത് ഇതിനകത്തുള്ള എല്ലാ റിമൂവലും നടന്നു, ഓക്സിജൻ ഗ്യാസ് കംപ്ലീറ്റ് റിമൂവ് ആയി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നെക്സ്റ്റ് പരിപാടി നമ്മൾ ഇവിടുന്ന് നമ്മുടെ കരിയർ ഗ്യാസിനെ സെക്കൻഡ് പോർട്ട് വഴി ഉള്ളിലേക്ക് അയക്കും, ദാറ്റ് ഈസ് ഹൈഡ്രജൻ ഗ്യാസിനെ അയക്കും. ദെൻ ഹൈഡ്രജൻ ഗ്യാസ് കുറച്ച് ഫില്ല് ചെയ്യും. അതിന്റെ അതേ മൊമെന്റിൽ തന്നെ നമ്മുടെ റിയാക്ടന്റും ഹൈഡ്രജൻ ഗ്യാസും കൂടിയുള്ള മിക്സ്ചർ. എന്താ റിയാക്ടന്റ്? ഞാനിവിടെ ഉപയോഗിക്കുന്ന റിയാക്ടന്റ് എന്ന് പറയുന്നത് സിലൈനാന്ന് വെച്ചോ, ദാറ്റ് ഈസ് SiH4. SiH4ഉം ഹൈഡ്രജൻ ഗ്യാസും കൂടിയുള്ള ഈ റിയാക്ടന്റ് മിക്സ്ചറിനെയും നമ്മൾ സെയിം ടൈം ഇതിലേക്ക് അയക്കും. ഓക്കെ, അപ്പോൾ ഇതിനുള്ളിൽ ഇപ്പൊ ആരാ ഉള്ളത്? സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് സിലിക്കൺ സബ്സ്ട്രേറ്റ് തന്നെയാണ്. നമ്മൾ ഓൾറെഡി SiH4ന്റെ ഒരു പൈറോളിസിസ് ഇക്വേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ SiH4ഉം ഹൈഡ്രജനും കൂടി ഇതിനകത്തേക്ക് കയറുമ്പോൾ അവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹൈ ടെമ്പറേച്ചർ, ഈ റെസിസ്റ്റൻസ് റിയാക്ടർ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഹീറ്റിംഗ് എലമെന്റ് അല്ലെങ്കിൽ ഈ ഹീറ്റർ നല്ല ചൂട് കൊടുക്കും ഇയാൾക്ക്. നല്ല ഇതിനകത്തേക്ക് നല്ലൊരു 500 to 700 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ടെമ്പറേച്ചർ എത്തുമ്പോഴേക്കും ഇതിനുള്ളിൽ റിയാക്ഷൻ നടക്കാൻ തുടങ്ങും. അപ്പൊ SiH4 + H2 എന്ന് പറയുന്ന നമ്മുടെ ഇൻപുട്ട് ആയിട്ട് കടത്തിവിട്ട എലമെന്റ് അവിടെ നിന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ SiH4 സ്പ്ലിറ്റ് ആയിട്ട് സിലിക്കൺ, ദാറ്റ് ഈസ് Si plus 2H2 ഗ്യാസ്, ഇത് ഗ്യാസ് സ്റ്റേജിലുണ്ട്, 2H2 ആയിട്ട് ഡീകമ്പോസിഷൻ നടക്കും. അപ്പൊ നമ്മളിവിടെ ഇൻപുട്ട് ആയിട്ട് കൊടുത്തത് SiH4 + H2 ആണ്. ഓക്കെ, അപ്പോ ഈ SiH4 എന്ന് പറയുന്ന സിലൈൻ എന്ന് പറയുന്ന എലമെന്റ്, ആ ഒരു ഗ്യാഷ്യസ് മിക്സ്ചർ നമ്മുടെ ഈ റിയാക്ടറിന്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ ഇതിനുള്ളിലുള്ള ഹൈ ടെമ്പറേച്ചർ കാരണം ഇവിടെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. ആ റിയാക്ഷന്റെ ഭാഗമായിട്ട് SiH4 എന്തായി മാറും എന്ന് വെച്ചാൽ SiH4 ഡീകമ്പോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ നടക്കും. അപ്പോ ഇവിടെ ഹൈഡ്രജൻ ഗ്യാസ് നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്സൈഡിലേക്ക് വെന്റ് ചെയ്ത് പോകും. ബൈ പ്രോഡക്ട്സ് വെന്റ് ആയിട്ട്, ബൈ പ്രോഡക്ട്സ് എന്ത് ചെയ്യും, വെന്റ് വഴി പുറത്തേക്ക് തള്ളും. ഈ സിലിക്കൺ വന്നിട്ട് നമ്മുടെ ഈ സബ്സ്ട്രേറ്റിന്റെ മേലയിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന സിലിക്കന്റെ മേലയിൽ ഇപ്പൊ വീണ്ടും സിലിക്കൺ തന്നെ വന്നു വീഴും. അപ്പം അവിടെ സിലിക്കന്റെ ഒരു തിക്നെസ് കൂടി വരും അല്ലെ. സിലിക്കന്റെ മേലെ അതേ മെറ്റീരിയലിനെ തന്നെ കോട്ട് ചെയ്യണം. ഇനി SiH, ഹലോ കട്ടായാണ് കുറച്ച് നേരത്തെ. ശരി,
ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ എന്തിനാണ് ഇവിടെ നമ്മുടെ റിയാക്ഷനൊക്കെ നടക്കും. ഹലോ, ഇപ്പൊ പോയിരുന്നു. പോയോ? കിട്ടുന്നില്ലേ? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പോയി 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒച്ച വരിക. ശരി, ഒരു മിനിറ്റ്. ഹലോ ഹലോ ഹലോ, ഇപ്പൊ ഓക്കെ ആണോ? ഹലോ ഹലോ, ഹലോ. സാർ ഓക്കെ. ഓക്കെ. സോ എപ്പിടാക്ഷ്യൽ ഡെപ്പോസിഷന്റെ പ്രൊസീജിയർ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ഓക്സിജനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ നൈട്രജൻ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഓക്സിജനെ റിമൂവ് ചെയ്യാനുള്ള മെത്തേഡാണ് ഫസ്റ്റ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. ദെൻ കരിയർ ഗ്യാസും അതേപോലെ റിയാക്ടൻസ് ഒക്കെ കൂടിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കടത്തിവിടും. ദെൻ ഹൈ ടെമ്പറേച്ചറിൽ അവിടെ റിയാക്ഷൻ നടന്നിട്ട് സിലിക്കൺ മോളിക്യൂൾസ് അല്ലെങ്കിൽ സിലിക്കണിന്റെ വേപ്പേഴ്സ് വന്നിട്ട് നമ്മുടെ സബ്സ്ട്രേറ്റിന്റെ മേലയിൽ ഡെപ്പോസിഷൻ നടക്കും. ദെൻ ഇവിടെ ഒരു പോർട്ടും കൂടിയുണ്ട്, ദാറ്റ് ഈസ് ഡോപ്പന്റ് പ്ലസ് H2. ഡോപ്പന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെമിക്കൽ റിയാക്ഷനെയൊക്കെ ഒന്നുകൂടി ഇംപ്രൂവൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ഒന്നും കൂടി സ്പീഡ് ആക്കാനും അതിന്റെ പ്രോപ്പർട്ടി ചേഞ്ച് ഒക്കെ വരുത്താൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന എലമെന്റിനാണ് നമ്മൾ ഡോപ്പൻസ് എന്ന് പറയുന്നത്, ഡോപ്ഡ് മെറ്റീരിയൽ. സോ നമുക്ക് എന്തെങ്കിലും ഇതേപോലെ കെമിക്കൽ റിയാക്ഷനിൽ എന്തെങ്കിലും സ്പീഡും കാര്യങ്ങളും എൻഹാൻസ്മെന്റ് ഒക്കെ വരുത്താൻ വേണ്ടി ഡോപ്പന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡോപ്പന്റ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഡോപ്ഡ് എലമെന്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഡോപ്ഡ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇത് ആക്ച്വലി ഈ ഒരു പോർട്ട് നമ്മൾ യൂസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഇംപ്രൂവൈസേഷൻ ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രമേ ഈ ഒരു പോർട്ടിലൂടെ നമ്മൾ എന്തെങ്കിലും ഡോപ്പൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുള്ളൂ, ഇതിന്റെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ പ്രൊസീജിയറിൽ ഇതിന്റെ പെർഫോമൻസിൽ എന്തെങ്കിലും ഇംപ്രൂവൈസേഷൻ വരുത്തുള്ളൂ. അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് സേഫ്റ്റി പ്രോസസ് ആണ്, ദാറ്റ് ഈസ് പേർജിങ് ഓഫ് ഓക്സിജൻ ഫ്രം റിയാക്ടർ. ദെൻ ഹൈഡ്രജൻ ഗ്യാസ്, റിയാക്ടൻ പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്, ഇത് നമ്മൾ സപ്ലൈ ചെയ്യും. ഈ റെസിസ്റ്റൻസ് ഹീറ്റർ ആക്ടിവേറ്റ് ചെയ്യും, അതായത് ഹൈ ടെമ്പറേച്ചർ ഇതിനുള്ളിൽ കൊടുക്കും. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നു, ഡെപ്പോസിഷൻ നടക്കുന്നു. ഇപ്പൊ സിലൈൻ ഉപയോഗിച്ചുകൊണ്ടുള്ള റിയാക്ഷൻ ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് SiH4 ഉപയോഗിച്ചുകൊണ്ടുള്ള റിയാക്ഷൻ ഇക്വേഷൻ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ റിയാക്ടൻസ് ആയിട്ട് നമ്മൾ ഡൈക്ലോറോസിലൈൻ ഒക്കെ ഉപയോഗിക്കും, അതായത് ദാറ്റ് ഈസ് SiH2Cl2, അതാണ് ഡൈക്ലോറോസിലൈൻ, SiH2Cl2 അല്ലെ. SiH2Cl2 ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഒരാൾ വരാൻ സാധ്യതയുണ്ട്, ദാറ്റ് ഈസ് HCl. HCl എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അല്ലെ. അപ്പൊ ഇത് HCl ബൈ പ്രോഡക്റ്റ് ആയി വന്ന പ്രശ്നമാണ്, കാരണം ഇതൊരു അസിഡിക് നാച്ചുറുള്ള എലമെന്റാ. അപ്പൊ നമ്മളിവിടെ സിലിക്കണ് ഇതിന്റെ മേലെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ HCl കൂടി ഉണ്ടായി കഴിഞ്ഞാൽ ഈ ആസിഡ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനെയൊക്കെ ചെയ്ത് കളയും, അതായത് ഇതിനെയൊക്കെ ചുരണ്ടി കളയും, ഇതിനെയൊക്കെ ലയിപ്പിച്ച് കളയും. അപ്പൊ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയൊക്കെ ഒഴിവാക്കി കളയാനുള്ള അല്ലെങ്കിൽ അതിനെ അതേപോലെ തന്നെ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് നമ്മൾ സിലൈൻ അല്ലാതെ ക്ലോറിൻ ബേസ്ഡ് ആയിട്ടുള്ള SiH2Cl2, ദാറ്റ് ഈസ് ഡൈക്ലോറോസിലൈൻ ഓർ ട്രൈക്ലോറോസിലൈൻ അല്ലെങ്കിൽ സിലിക്കൺ ടെട്രാക്ലോറൈഡ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അവിടെ HCl ജനറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവിടെ എച്ചിങ് നടക്കാനുള്ള ഒക്കെ ഒരു സാധ്യതയുണ്ട്. സോ അതിനെ കൺട്രോൾ ചെയ്യാനൊക്കെയാണ് ഈ ഡോപ്പൻ കൺട്രോൾ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ 4ാമത്തെ പോർട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഡോപ്പന്റ് എലമെന്റ് ഒക്കെ വെച്ചിട്ട് ഈ HClന്റെ ഫോർമേഷനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. അതേപോലെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് വരുന്ന മറ്റ് കുറെ പ്രശ്നങ്ങൾ വരാം. ഈ SiH2Cl2 എല്ലാം ഉപയോഗിക്കുമ്പോൾ പിന്നെയും ബൈ പ്രോഡക്ട്സ് ആയിട്ട് ചിലപ്പം SiCl2 വന്നേക്കാം, SiCl4 വന്നേക്കാം. അപ്പൊ അതിനെയൊക്കെ ആ ഒരു ബൈ പ്രോഡക്ട്സിന്റെ ഫോർമേഷനെയും അത് കാരണം നമുക്ക് ഉണ്ടാകുന്ന അഡ്വേഴ്സ് എഫക്റ്റുകളെയൊക്കെ ഒന്ന് എന്താ പറയുക എൻഹാൻസ് ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനൊക്കെയാണ് ഡോപ്പൻ കൺട്രോൾ മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ 4ാമത്തെ പോർട്ട്.
സോ ഇത് മനസ്സിൽ വേണം. സിലൈൻ അല്ലാതെ വേറെ ഏതെങ്കിലും റിയാക്ടൻസ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നതെങ്കിൽ ഈ HCl ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ HClന്റെ ജനറേഷനെ അല്ലെങ്കിൽ HClന്റെ ഫോർമേഷനെ കൃത്യമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത എല്ലാ സിലിക്കൺ എലമെന്റിനെയും ഇയാൾ തന്നെ എച്ച് ചെയ്ത് കളയും. സോ ദിസ് ഈസ് എപ്പിടാക്സിയൽ മെത്തേഡ് ഓഫ് ഡെപ്പോസിഷൻ. സോ നമ്മൾ ഡെപ്പോസിഷൻ പ്രോസസ്സ് നമ്മുടെ ഫാബ്രിക്കേഷൻ പ്രോസസ്സിലെ ഒന്നാമത്തെ മെത്തേഡായ ഡെപ്പോസിഷൻ മെത്തേഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമുക്കറിയാം ഫാബ്രിക്കേഷൻ പ്രോസസ്സ് പ്രധാനമായിട്ടും 3 ഉണ്ടായിരുന്നത്. ദാറ്റ് ഈസ് ഡെപ്പോസിഷൻ മെത്തേഡ്, ദെൻ പാറ്റേണിങ് മെത്തേഡ്, പിന്നെ എച്ചിങ് മെത്തേഡ്. ഇതിൽ ഡെപ്പോസിഷനിലെ ഫിസിക്കലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കെമിക്കലും പറഞ്ഞിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡെപ്പോസിഷനും പറഞ്ഞു, ദാറ്റ് ഈസ് എപ്പിടാക്സിയൽ ഡെപ്പോസിഷനും നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇതില് സ്പുട്ടറിംഗ് പ്രോസസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സ്പുട്ടറിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഏതാ? സ്പുട്ടറിംഗ് ഫിസിക്കൽ ഡെപ്പോസിഷൻ, ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷനെയാണ് സ്പുട്ടറിംഗ് എന്ന് പറയാം. ആ ഒരു പേര് ഓർമ്മ വേണം, സ്പുട്ടറിംഗ് പ്രോസസ്. പിന്നെ ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പോലെ നിങ്ങളുടെ കയ്യിൽ ഒരു സിലിക്കൺ സബ്സ്ട്രേറ്റ് ഉണ്ട്, നിങ്ങളുടെ റിക്വയർമെന്റ് ഒരു മെൻസ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ അതിന്റെ സിലിക്കൺ സബ്സ്ട്രേറ്റിന്റെ തിക്നെസ് കൂട്ടണം. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന മെത്തേഡ് ഏതാണ്, അല്ലെങ്കിൽ ഏത് ഡെപ്പോസിഷൻ മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അന്നേരം എഴുതേണ്ടത് എപ്പിടാക്സിയൽ ഡെപ്പോസിഷൻ മെത്തേഡിനെ പറ്റിയാണ്. അത് അതേ സാധനത്തിന്റെ മേലെ, അതായത് സിലിക്കണിന്റെ മേലെ സിലിക്കൺ തന്നെ ആഡ് ചെയ്യുന്നു. ഇനി ഗാലിയം ആർസനൈഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കോമ്പൗണ്ട് സ്ട്രക്ചേഴ്സിന്റെ ഒക്കെ തിക്നെസ് കൂട്ടാനും ഉപയോഗിക്കും. ഗാലിയം ആർസനൈഡ് പോലെയുള്ള കോമ്പൗണ്ട്സിന്റെ തിക്നെസ് കൂട്ടാൻ വീണ്ടും ഗാലിയം ആർസനൈഡിനെ തന്നെ അതിന്റെ മേലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഡെപ്പോസിഷൻ ബൈ എപ്പിടാക്സി ഓർ എപ്പിടാക്സിയൽ ഡെപ്പോസിഷൻ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് രണ്ടാമത്തെ ഫാബ്രിക്കേഷൻ ടെക്നിക്കാണ്, ദാറ്റ് ഈസ് പാറ്റേണിംഗ് ടെക്നിക്. ഈ പാറ്റേണിംഗ് ടെക്നിക്കിലാണ് നിങ്ങൾ മുമ്പ് ലിത്തോഗ്രഫി എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ, നമുക്ക് ഒന്നുകൂടി പറയാം. ഈ ലിത്തോഗ്രഫി എന്ന് പറയുന്ന പരിപാടി പാറ്റേണിങ്ങിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിത്തോഗ്രഫിക് പാറ്റേണിംഗ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അത് കഴിഞ്ഞാൽ എച്ചിങ്, പിന്നെ ഈ മൊഡ്യൂളിൽ കുറച്ച് സ്പെസിഫിക് പ്രൊഡക്റ്റിന്റെ ഫാബ്രിക്കേഷൻ എങ്ങനെയാണ്, മൈക്രോ ഗിയർ എങ്ങനെയാണ് ഉണ്ടാക്കുക, അതേപോലെ മൈക്രോ പ്രഷർ സെൻസർ എങ്ങനെയാണ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള കുറച്ച് ഫാബ്രിക്കേഷൻ പരിപാടിയും കൂടിയാണ് ഈ മൊഡ്യൂൾ വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടിലൂടെയാണ് നമ്മൾ ഇപ്പോൾ മൂവ് ചെയ്യുന്നത്, ഫാബ്രിക്കേഷൻ ഓഫ് മെൻസ്. അതിൽ ഒരു ഫാബ്രിക്കേഷൻ മെത്തേഡ് ഡെപ്പോസിഷൻ മെത്തേഡ് നമ്മൾ പറഞ്ഞു. ദെൻ ഇനി പാറ്റേണിംഗ് നമ്മൾ പറയാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് കുറച്ചൊരു നെറ്റ്വർക്ക് പ്രശ്നങ്ങളൊക്കെ വന്നു. ഒന്ന് അറ്റൻഡൻസ് ഒന്ന് പറയാമോ? നമ്പർ 1